SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് ആകെ കൺഫ്യൂഷനാണ് അല്ലെ. നമുക്ക് മനസ്സിലാക്കാം എന്താണ് SIRന്റെ ലക്ഷ്യം. മരണപ്പെട്ട വോട്ടർമാർ, ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ളവർ എന്നിവരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുക, വോട്ട് ചെയ്യാൻ അർഹതയുള്ളതും എന്നാൽ പേര് ചേർക്കാത്തതുമായ എല്ലാ പൗരന്മാരെയും ഉൾപ്പെടുത്തുക, നിലവിലുള്ള വോട്ടർമാരുടെ പേര്, വിലാസം, പ്രായം, ഫോട്ടോ തുടങ്ങിയ വിവരങ്ങളിലെ പിഴവുകൾ തിരുത്തുക, ഇതൊക്കെയാണ് SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ BLOമാരുടെ പങ്ക് എന്തെന്ന് നമുക്ക് നോക്കാം. BLOമാർ ഓരോ വീട്ടിലും നേരിട്ടെത്തി വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിക്കുകയും പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യും. പുതുതായി പേര് ചേർക്കാനുള്ള ഫോം 6, തിരുത്തലുകൾ വരുത്താനുള്ള ഫോം 8, പേരൊഴിവാക്കാനുള്ള ഫോം 7 എന്നിവ BLOയിൽ നിന്നും ലഭിക്കും. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിൽ വരുമ്പോൾ അവരുടെ ഔദ്യോഗിക ID കാർഡ് പരിശോധിച്ച് വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്താൻ മറക്കേണ്ട. വീടുകൾ സന്ദർശിക്കുന്നതിന് മുൻപ് BLOമാർ താമസക്കാരെ മുൻകൂട്ടി അറിയിക്കുകയും ഓരോ വോട്ടർമാരുടെയും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കുറഞ്ഞത് 3 തവണയെങ്കിലും സന്ദർശനം നടത്തുകയും ചെയ്യും. പുതിയ അപേക്ഷകൾ നൽകാനോ തിരുത്തലുകൾ വരുത്താനോ ഉണ്ടെങ്കിൽ പ്രായവും വിലാസവും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ, ആധാർ, പാസ്പോർട്ട് തുടങ്ങിയവ തയ്യാറാക്കി വെക്കുക. 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇനി SIR നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കേരളത്തിൽ 2 വോട്ടർ പട്ടികയുണ്ട്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ളത്, 2 നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും ഉള്ളത്. അടുത്ത വർഷം നടപ്പാക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയായിരിക്കും ഉപയോഗിക്കുക. SIR നടപ്പാക്കുന്നത് 2ാമത്തെ പട്ടികയിലായിരിക്കും. നിലവിലുള്ള പട്ടിക മരവിപ്പിക്കും. 2026 പ്രാബല്യത്തിൽ വരും. ഇതിനു മുൻപും നമ്മുടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിരുന്നു. 2002 അത്. അപ്പോൾ 2002 വോട്ടർ പട്ടിക പരിഷ്കരണം അടിസ്ഥാനമാക്കിയാണ് ഇനി അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ, ഉദാഹരണത്തിന് എന്റെ പേരില്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ ബന്ധുക്കളുടെയോ പേരുകൾ കൈമാറണം. ഇന്ത്യൻ പൗരൻ എന്ന് തെളിയിക്കുന്ന രേഖകൾ, അതായത് ആധാർ, ജനന സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള രേഖകളും സമർപ്പിക്കണം. ഇനി പേരുണ്ടെങ്കിൽ BLO ഓഫീസർമാർ തരുന്ന എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കുക. 2 ഫോമുകളാണ് പൂരിപ്പിക്കേണ്ടത്. ഫോമുകളിൽ പേര്, അഡ്രസ്സ് തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിച്ച് ഒപ്പിട്ട് പിന്നെ ഒരു കളർ ഫോട്ടോയും പതിപ്പിച്ച് നൽകണം. എന്യൂമറേഷൻ ഫോം BLOമാർക്ക് കൈമാറുമ്പോൾ നമുക്ക് ഒരു രസീത് തരും. ആ രസീത് സൂക്ഷിച്ചു വെക്കണം. ഈ വിവരശേഖരണ പ്രക്രിയ കഴിഞ്ഞാൽ ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. നിങ്ങളുടെ പേര് ഈ പട്ടികയിൽ ഇല്ലാതെ വരികയോ മറ്റു തിരുത്തലുകളോ ഉണ്ടെങ്കിൽ പരാതിപ്പെടാം. 2026 ജനുവരി 8 വരെയാണ് പരാതി നൽകാനുള്ള തീയതി. ഫെബ്രുവരി 7 അന്തിമ പട്ടിക പുറത്തുവരും. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. വോട്ട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് SIRമായി സഹകരിക്കാം.